അപ്പൊ നമ്മളിവിടെ ക്യാമ്പ് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാത്രി ഏകദേശം ഒരു 7 മണിയായി തുടങ്ങി. ഇപ്പൊ നമ്മളിവിടെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മളുണ്ട് സാർമാരൊക്കെ ഉണ്ട്. സാർമാരോട് ചോദിച്ചോ എങ്ങനെ നമ്മളെ അഭിപ്രായം. ആസിഫ് മച്ചാനെ എന്താ പാട്? അവിടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കണേ. ട്രിനിറ്റി നമ്മള് മറ്റേ ഇതില് സെമറ്റിക്കില് ട്രിനിറ്റി ദൈവം, മകൻ, പരിശുദ്ധാത്മാവ്. സംഗീതത്തില് ട്രിനിറ്റീസ് ഉണ്ട്. ത്യാഗരാജ സ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രി. അതുപോലെ ഇവിടെ ട്രിനിറ്റി. ആസിഫ്, അൻസില്, അക്ഷയ്. അങ്ങനെ 7 തുടങ്ങുന്നത്. ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ഇവരുണ്ടാവുകൊണ്ട് മാത്രം വൈബായി പോകുന്ന ഒരു ആംബിയർ ഉണ്ട്. എനിക്ക് ഫീൽ ചെയ്യുന്നില്ല സാധനം. ഫീൽ ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് എല്ലാ പ്രവർത്തനങ്ങളിലും ഇവര് ഒരുമ എല്ലാവർക്കും. അപ്പൊ ഇവരുടേതായ ഒരു കയ്യൊപ്പ് വേണം. ആസിഫിനെ പറ്റിയിട്ടും അക്ഷയിനെ പറ്റിയിട്ടും അൻസലിനെ പറ്റി പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് പലപ്പോഴും നമുക്ക് വാട്സപ്പിലൊക്കെ അവര് ഷെയർ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ വേണം, ഒരു വെറൈറ്റി വേണം, അവരുടേതായ ഒരു സിഗ്നേച്ചർ വേണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കുട്ടികളായിട്ടാണ്. മറ്റുള്ള ബാച്ചുകളിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു യുണീക്കായിട്ടുള്ളൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞതാണ്. എന്തെങ്കിലും അവരുടേതായൊരു സ്റ്റാമ്പിങ് സിഗ്നേച്ചർ വേണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ബാച്ചായിട്ട് എനിക്കതിൽ 3 ഈ ആൺകുട്ടികളെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആസിഫും അൻസിലും അതേപോലെ തന്നെ അക്ഷയും. ഏതൊരു പ്രവർത്തനത്തിലും മുഖ്യധാരയിലാണ് അവർ ഓരോ പ്രവർത്തനം വേണ്ടി അവര് മനസ്സറിഞ്ഞ് ചെയ്യുന്ന പോലെ, അല്ലാണ്ട് എന്തോ കാട്ടിക്കൂട്ടുന്ന പോലെയല്ല. പരിമിതമായ ചുറ്റുപാടുകൾ എത്രത്തോളം മാക്സിമൈസ് ചെയ്യാം, ചുരുങ്ങിയ ചെലവിൽ എത്രത്തോളം അതിനെ ഭംഗിയുള്ളതാക്കാം, വർണ്ണാഭമാക്കാം എന്നൊരു അതിനെ വളരെ ഇന്ന് നോക്കിയ വളരെ വർണ്ണാഭമായ വളരെ സൂപ്പറായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറോടെ ഉണ്ടാക്കിയെങ്കിൽ അവരുടെ ഒരു കയ്യൊപ്പ് തന്നെയാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇവര് 3 ആള് ഈ ബാച്ചിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ ബാച്ച് ഓർമ്മയിലേ ഇല്ലാതായി. അല്ലേ? ഈ ബാച്ചിന്റെ ഒരു ജീവനാണ് ട്രിനിറ്റി, ത്രിമൂർത്തികൾ എനിക്ക് തോന്നിയിട്ടുണ്ട്.